നെക്സ്റ്റ് ഈസ് ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ്സ്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ലൈറ്റിൻ്റെ ഒരു വേവ് പ്രോപ്പർട്ടിയാണ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ലൈറ്റിൻ്റെ രണ്ട് സോഴ്സുകളാണെന്ന് വിചാരിക്കുക. S1 ആൻഡ് S2 ലൈറ്റിൻ്റെ രണ്ട് സോഴ്സുകളാണ്. ഈ രണ്ട് സോഴ്സുകളും എന്താണ് ലൈറ്റ് എമിറ്റ് ചെയ്യാണ്. ഒരേ വേവ് ലെങ്ത്ത്, ഒരേ കളറ്, ഒരേ ആംപ്ലിറ്റ്യൂഡ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനത്തെ രണ്ട് ലൈറ്റിനെ ഇത് എമിറ്റ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, ഒരേ കളറാണ്. ഓക്കെ, സെയിം കളറായിട്ടുള്ള ഒരേ പ്രോപ്പർട്ടി ഉള്ള രണ്ട് ലൈറ്റ് റേസ് ഈ രണ്ട് സോഴ്സും എമിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഓരോ സോഴ്സിലുള്ള ലൈറ്റുകളും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും, അതായത് മെർജ് ചെയ്യും. മെർജ് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് വരും, ചില സ്ഥലങ്ങളിൽ ഡാർക്ക് വരും, ചില സ്ഥലങ്ങളിൽ വൈറ്റ് ദെൻ ഡാർക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ കിട്ടും. അതെങ്ങനെയാണ് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് മെർജ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ബ്രൈറ്റ്നെസ് കൂടും, 4 ഇരട്ടി കൂടും. ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും, പിന്നെ വൈറ്റ്, പിന്നെ ഡാർക്ക്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ കിട്ടും. അതിന് നമ്മൾ ഇൻ്റർഫറൻസ് പാറ്റേൺ എന്നാണ് പറയുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് രണ്ട് ലൈറ്റ് വേവ്സുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ അഥവാ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചില സ്ഥലത്ത് നല്ല ബ്രൈറ്റും ചില സ്ഥലത്ത് ഡാർക്കൊക്കെ ആവുന്നത്? അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ്, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കാം. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്രൈറ്റ് ആവുന്ന സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, രണ്ട് ലൈറ്റിൻ്റെ സോഴ്സുകളാണ് S1 ആൻഡ് S2. കാണാൻ പറ്റുന്നുണ്ടല്ലോ, S1 ആൻഡ് S2 ലൈറ്റിൻ്റെ രണ്ട് സോഴ്സുകളാണ്. ഇത് രണ്ടും മോണോക്രോമാറ്റിക് ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. മോണോക്രോമാറ്റിക്, ഒരു സെയിം കളറിലുള്ള രണ്ട് ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നത്. രണ്ട് ലൈറ്റും ഒരേപോലത്തെ ആണ്. ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ കളറാണ്, ഒരേ വേവ് ലെങ്ത് ആണ്, ഒരേ ഫ്രീക്വൻസിയാണ്, എല്ലാ പ്രോപ്പർട്ടീസും എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനത്തെ രണ്ട് ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റാണ് ഈ രണ്ട് സോഴ്സും എമിറ്റ് ചെയ്യുന്നത്. രണ്ട് ലൈറ്റിനും ഒരേ പ്രോപ്പർട്ടിയാണ്, ഒരേ വേവ് ലെങ്ത്ത്, ഒരേ ആംപ്ലിറ്റ്യൂഡ്, എവറിതിങ് ഈസ് സെയിം. അപ്പോൾ എന്താണ് സംഭവിക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ S1 S2 എന്ന് പറഞ്ഞ രണ്ട് ഒരേപോലത്തെ സോഴ്സാണുള്ളത്. കൊഹിറൻറ്റ് സോഴ്സ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. കൊഹിറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിലുള്ള ലൈറ്റ് വേവ്സുകളാണ് ഇത് രണ്ടും എമിറ്റ് ചെയ്യുന്നത്. വേവിൻ്റെ മോഷൻ അറിയാമല്ലോ അല്ലേ? അപ്പോൾ S2, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് S2 കൺസിഡർ ചെയ്യാം. S2 വേവ് ലെങ്ത്ത് മനസ്സിലായി, ലൈറ്റിൻ്റെ വേവ് ഇങ്ങനെ വേവായിട്ട് മൂവ് ചെയ്തു, ഇവിടെ എത്തി. ഇവിടെ ഒരു പോയിന്റിൽ അവിടെ ഹയസ്റ്റ് പോയിൻ്റാണ് വേവിൻ്റെ. ഈ താഴെ കാണിച്ചിരിക്കുന്ന വേവിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ്, ഇത് ഹയസ്റ്റ് പോയിൻ്റ്. ഓക്കെ, പീക്ക് പോയിൻ്റാണ്, പീക്ക് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ പീക്കിന് തൊട്ടടുത്ത പീക്ക് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയും അല്ലേ? ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്യുക, ലാംഡ. രണ്ട് അഡ്ജസൻറ്റ് പീക്ക് വാല്യൂസിന് ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസിന് വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് ലാംഡ എന്ന് ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ S2 എമിറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് വേവ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതേപോലെ S1 എമിറ്റ് ചെയ്യുന്നൊരു ലൈറ്റ് വേവ് ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എമിറ്റ് ചെയ്തിട്ട് മനസ്സിലായല്ലോ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിന്റിൽ S1-ൻ്റെയും S2-ൻ്റെയും ലൈറ്റ് വേവുകൾ മെർജ് ചെയ്യാണ്, കമ്പൈൻ ചെയ്യാണ്. സപ്പോസ് S1-ൻ്റെ പീക്ക് വാല്യൂ ഇവിടെ നോക്കിയേ, S2-ൻ്റെ പീക്ക് വാല്യൂ ഇവിടെ അവസാനിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കണേ. P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ആ P എന്ന് പറഞ്ഞ പോയിന്റിൽ S2 വരുന്ന ലൈറ്റ് വേവിൻ്റെ പീക്ക് വാല്യൂ എൻഡ് ചെയ്യാണ്, ഹയസ്റ്റ് പോയിൻ്റ് എൻഡ് ചെയ്യാണ്. അതേപോലെ S1 ഇതേപോലത്തെ വേറൊരു വേവ് ലെങ്ത്ത്, വേറൊരു ലൈറ്റ് വേവ് വരുന്നുണ്ട്. ആ S2 വരുന്ന ലൈറ്റ് വേവിൻ്റെയും പീക്ക് വാല്യൂ ഇവിടെ മീറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഇതേ വേവ് ലെങ്ത് തന്നെയാണ് ഇതിനും ഉള്ളത് കേട്ടോ. P എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫസ്റ്റ് വേവ് ലെങ്ത്തിൻ്റെ പീക്ക് വാല്യൂവും സെക്കൻഡ് വേവ് ലെങ്ത്തിൻ്റെ പീക്ക് വാല്യൂം കൂടിയും കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടിൻ്റെയും പീക്ക് വാല്യൂം കൂടി അവിടെ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അവിടെ എന്താണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റീജിയൻ ആയിരിക്കും. കാരണം ഇതിൻ്റെയും കൂടിയും ലൈറ്റ് വേവ്സ് ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നല്ല ബ്രൈറ്റ് ആയിരിക്കും. പിയിൽ രണ്ടിൻ്റെയും പീക്ക് വാല്യൂ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പോൾ അവിടെ നല്ല ഹൈ ഇൻറ്റൻസിറ്റി ആയിരിക്കും ലൈറ്റിന് വരാം. അപ്പോൾ അത് വരാനുള്ള കണ്ടീഷൻ എന്താണ്? S1-ൻ്റെയും S2-ൻ്റെയും പീക്ക് വാല്യൂ അവിടെ മീറ്റ് ചെയ്താൽ മതി, അവിടെ എൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് വേറെ രീതിയിലും പറയാം, അതിൻ്റെ കണ്ടീഷൻ വേറെ രീതിയിലും പറയാം. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇൻറ്റൻസിറ്റി വരിക, രണ്ട് വേവ് ലെങ്ത്തുകളും കൂടി കമ്പൈൻ ചെയ്തിട്ട് മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്ന സിറ്റുവേഷൻ, അതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഈ സിറ്റുവേഷനിൽ പിയിൽ ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണുള്ളത്, ബ്രൈറ്റ്നെസ് കൂടുതലാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ഇവിടെ നല്ല ബ്രൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ S1-ൽ നിന്ന് S2-ലോട്ട് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചിരിക്കുകയാണ്. ഞാൻ S2-ൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചോട്ടെ. S2-ൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. കണ്ടില്ലേ, S2-ൽ നിന്ന് S1 പാസ് ചെയ്യുന്ന ലൈറ്റ് വേവിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. കണ്ടില്ലേ, ഒരു ഡോട്ട് ലൈൻ. എന്നിട്ട് ഇവിടെ ഒരു ഡിസ്റ്റൻസ് കാണുന്നുണ്ടോ? ഈ ഡിസ്റ്റൻസ് കാണുന്നുണ്ടല്ലോ. ഈ ഡിസ്റ്റൻസ് ആണ് S1-ൻ്റെയും S2-ൻ്റെയും ഇടയ്ക്കുള്ള പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S1 എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം ഡിസ്റ്റൻസ് അഡീഷണലായിട്ട് ട്രാവൽ ചെയ്തു പിയിലെത്താനായിട്ട്. S2 പിയിലെത്താനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ S1 പിയിലെത്താനായിട്ട് കുറച്ചധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കണ്ടാലറിയാലോ. വാട്ട് ഈസ് ദ എക്സസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ S1? S1 എന്ന് പറഞ്ഞാൽ S1-ൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വാട്ട് ഈസ് ദ എക്സസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ S1? ഇത്രയും പോർഷൻ കാണുന്നില്ലേ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷനാണ് S1-ൽ നിന്നുള്ള ലൈറ്റ് വേവ്സ് അഡീഷണലായിട്ട് ട്രാവൽ ചെയ്തത്. മനസ്സിലായില്ലേ? S2 ട്രാവൽ ചെയ്തതിനേക്കാളും ഇത്രയധികം ഡിസ്റ്റൻസ്, അപ്രോക്സിമേറ്റ്ലി ഇത്രയും ഡിസ്റ്റൻസ് S1 ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേവ് ലെങ്ത്തായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. വേവ് ലെങ്ത്തായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. എന്താണെന്ന് പറയാമോ? ഇവിടെ നോക്കിയേ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയെന്നൊന്ന് പറഞ്ഞേ. നമുക്ക് നോക്കാം. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ലാംഡ. ശ്രദ്ധിച്ച് നോക്കണം. ഈ പീക്ക് മുതൽ ഈ പീക്ക് വരെയുള്ള ഡിസ്റ്റൻസ് ലാംഡ, 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 ലാംഡ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ എത്ര, ഹൗ മച്ച് ടൈംസ് ലാംഡ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ പ്ലസ് ലാംഡ 2 ലാംഡ 3 ലാംഡ 4 ലാംഡ. ലാംഡയുടെ മൾട്ടിപ്ലൈ ആയിട്ട് വരാം. കണ്ടില്ലേ, ഈ ഡിസ്റ്റൻസ് ലാംഡ, ഈ ഡിസ്റ്റൻസ് ലാംഡ, ഈ ഡിസ്റ്റൻസ് ലാംഡ, ഈ ഡിസ്റ്റൻസ് ലാംഡ, 4 ലാംഡ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സോഴ്സിനിടയ്ക്കുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയുടെ ഒരു മൾട്ടിപ്പിള്, അത് 4 ലാംഡ ആവണമെന്നില്ല, 3 ലാംഡയോ 5 ലാംഡയോ എനി മൾട്ടിപ്പിൾ ഓഫ് ലാംഡ വന്നു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പീക്ക് വാല്യൂ ആ പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ട് സോഴ്സിൽ നിന്ന് ലൈറ്റ് വേവ്സ് എമിറ്റ് ചെയ്യാണ്. രണ്ട് സോഴ്സിൽ നിന്ന് വരുന്നതിൻ്റെ പാത്ത് ഡിഫറൻസ്, അതായത് എക്സസ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വൺ ഓഫ് ദ സോഴ്സ്. മനസ്സിലായല്ലോ? ആ എക്സസ് ഡിസ്റ്റൻസ് ലാംഡയുടെ ഒരു മൾട്ടിപ്പിൾ, 4 ലാംഡാന്നോ 10 ലാംഡാന്നോ എന്തെങ്കിലും ലാംഡയുടെ ഒരു മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ക്രസ്റ്റ് അഥവാ പീക്ക് വാല്യൂ, ക്രസ്റ്റ് എന്നും പറയാം കേട്ടോ, ക്രസ്റ്റ് ആ പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം, ഒരേ വേവ് ലെങ്ത്ത്, ഒരേ ഫ്രീക്വൻസി, എല്ലാം ഒരേപോലെ വരുന്ന രണ്ട് ലൈറ്റ് വേവ്സിൻ്റെ കാര്യമാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊഹിറൻറ്റ് സോഴ്സാണ്. കൊഹിറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിനെല്ലാം ഒരേ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് n ലാംഡ ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, മാക്സിമം ബ്രൈറ്റ്നെസ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഓൾവേസ് ബ്രൈറ്റ്, ആ റീജിയൻ ഓൾവേസ് ബ്രൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റാം. സോ ദ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഈ പാത്ത് ഡിസ്റ്റൻസ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ പറയാം? S1-ൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് S2-ൽ നിന്ന് P വരെയുള്ള ഡിസ്റ്റൻസ്. അതാണല്ലോ S1-ൽ നിന്ന് വരുന്ന ലൈറ്റ് എക്സസ് ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്.
പാത്ത് ലെങ്ത്ത് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ് S1P മൈനസ് S2P, അതാണ് പാത്ത് ലെങ്ത്ത്, പാത്ത് ഡിഫറൻസ്. അതാണ് S1 നിന്ന് വരുന്ന ലൈറ്റ് ട്രാവൽ ചെയ്ത എക്സസ് ഡിസ്റ്റൻസ്. അത് ലാംഡയുടെ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ രണ്ടിൻ്റെ ക്രസ്റ്റ് അവിടെ മീറ്റ് ചെയ്യും. അഥവാ വി ഗെറ്റ് എ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് ഓർ വി ഗെറ്റ് എ മാക്സിമം ബ്രൈറ്റ്നസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ ആണല്ലോ. എന്നാൽ വേറൊരു രീതിയിലുള്ള ഇൻ്റർഫറൻസ് ആണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഡാർക്കാണ്, എവറി ടൈം ഡാർക്ക്, ആ പോയിന്റ് എപ്പോഴും ഡാർക്കായിട്ട് കാണാം. അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അതെങ്ങനെയാണ് കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് സോഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ S1 ആൻഡ് S2 എന്ന് പറഞ്ഞ രണ്ട് സോഴ്സ് കൊഹിറൻറ്റ് സോഴ്സാണ്. ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന് ഒരേ പ്രോപ്പർട്ടിയാണ്, എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അപ്പോൾ S2 എന്നൊരു ലൈറ്റ് വേവ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്, ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. S2ൻ്റെ ക്രസ്റ്റാണ്, S2 നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ക്രസ്റ്റാണ് സപ്പോസ് ഈ Pയിലെത്തിയിരിക്കുന്നത്. ഓക്കെ, പീക്ക് വാല്യൂ. അതേപോലെ S1 നിന്നുള്ള ലൈറ്റ് വേവും Pയിലെത്തുന്നുണ്ട്. ഇതിൻ്റെ വേവ് ലെങ്ത് ലാംഡയാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്ജസ്റ്റൻറ്റ് ക്രസ്റ്റിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ S1 നിന്നും ഇതേപോലെ ഒരു വേവ് ലെങ്ത്ത്, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വിടുത്തി. S1ൻ്റെ ടഫാണ്, അതായത് ലോവസ്റ്റ് വാല്യൂ ആണ് Pയിലെത്തിയിരിക്കുന്നത്. S2ൻ്റെ ഹയസ്റ്റ് വാല്യൂ, പക്ഷേ S1ൻ്റെ ലോവസ്റ്റ് വാല്യൂ ആണ് Pയിലെത്തിയിരിക്കുന്നത്. രണ്ടും കൂടി ക്യാൻസലായി പോവില്ലേ? ഉദാഹരണത്തിന് ഒരു ഉദാഹരണമായിട്ട് കരുതിയാൽ മതി. S2ൻ്റെ പീക്ക് വാല്യൂ +3, S1ൻ്റെ മിനിമം വാല്യൂ -3, ലോവസ്റ്റ് ആണല്ലോ അത്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0, ശരിയല്ലേ? അപ്പോൾ ഒരാളുടെ ക്രസ്റ്റും മറ്റേ ആളുടെ ട്രഫും ലോവസ്റ്റ് വാല്യൂവും, ഓക്കെ, അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ +3 -3 സംഭവിച്ച പോലെ രണ്ടും കൂടി ക്യാൻസലായി പോകും. അപ്പോൾ ക്യാൻസലായിട്ട് അവിടെ ലൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ഡാർക്ക് റീജിയൻ വരും. ഇപ്പോൾ ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ P എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അത് ഡാർക്കായിട്ടായിരിക്കും കാണാം, എവറി ടൈം ഡാർക്ക്. അപ്പോൾ ഒരേ വേവ് ലെങ്ത്ത്, ഒരേ പ്രോപ്പർട്ടി ഉള്ള രണ്ട് ലൈറ്റ് വേവ്സുകളാണ്. മോണോക്രോമാറ്റിക് ആണ്, സിംഗിൾ കളറാണ്. അത് P എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്തു. ഒരാളുടെ ക്രസ്റ്റ് മറ്റേ ആൾ ലോവസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പൈൻഡ് ആയി കഴിഞ്ഞാൽ വി ഗെറ്റ് എ ഡാർക്ക് റീജിയൻ. അങ്ങനെ വരുന്ന പോയിന്റ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡാർക്കാണ് എവറി ടൈം. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? നമുക്ക് വേവ് ലെങ്ത്തിൻ്റെ ടേമിൽ എങ്ങനെ പറയാം? ഇതിനു മുമ്പ് ചെയ്ത പോലെ ഞാൻ ഇങ്ങനെ ഒരു ഡോട്ട് ലൈൻ S1 S2 തമ്മിൽ ഇങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നു. S2 നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ, മനസ്സിലായില്ലേ? S2 നിന്ന് S1-ലോട്ടൊരു ഈ ലൈറ്റിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് അറിയാമോ? S1 അഡീഷണൽ ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. S2 കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളൂ, S1 കുറച്ചധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു Pയിലെത്താൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് എ പാത്ത് ഡിഫറൻസ്. S1 അഡീഷണൽ ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ്. ഈ പാത്ത് ഡിഫറൻസ് ഈ പിക്ചർ നോക്കിയിട്ട് എത്രയാണെന്ന് പറയാമോ ഇൻ ടേംസ് ഓഫ് ലാംഡ? ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ചിരിക്കുകയാണ്. ഇവിടം മുതൽ ഇവിടം വരെ ലാംഡ, ഇവിടം മുതൽ ഇവിടം വരെ ലാംഡ, ഇവിടം മുതൽ ഇവിടം വരെ ലാംഡ. പക്ഷെ ഇവിടം മുതൽ ഇവിടം വരെ ലാംഡയുടെ പകുതിയാണ്. ഈ ഡിസ്റ്റൻസ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് ലാംഡ അല്ല, ഇത് λ/2 ആണ്. നോക്കി ഒന്നുകൂടി നോക്കാം. ഇവിടം മുതൽ ഇവിടം വരെ ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ പ്ലസ് λ/2 അല്ലേ? അപ്പോൾ ഈ പിക്ചർ പ്രകാരം ദ ഡിസ്റ്റൻസ് ഈസ് 3λ പ്ലസ് λ/2 ആ. ലാംഡ പ്ലസ് ലാംഡ പ്ലസ് ലാംഡ പ്ലസ് λ/2, 3λ പ്ലസ് λ/2 ആണ് ഈ എക്സാമ്പിൾ പ്രകാരം. ഇത് ഞാൻ വെറുതെ റഫായിട്ട് വരച്ചെന്നുള്ളൂ. അപ്പോൾ പാത്ത് ഡിഫറൻസ് nλ പ്ലസ് λ/2 ഫോമിലാണ് വരുന്നതെങ്കിൽ 3λയ്ക്ക് പകരം 4λ 5λ എന്ത് വേണമെങ്കിലും വരാം. nλ പ്ലസ് λ/2 ടേമിലാണ് വരുന്നതെങ്കിൽ പാത്ത് ഡിഫറൻസ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വി ഗെറ്റ് എ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അവിടെ ഡാർക്ക് റീജിയൻ ആണ്, ആ പോയിൻ്റ് ഡാർക്കാണ്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് വരണമെങ്കിൽ
എന്തായിരിക്കണം കണ്ടീഷൻ? ദ പാത്ത് ഡിഫറൻസ് S1P മൈനസ് S2P. അതായത് ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കണം? n ലാംഡ പ്ലസ് ലാംഡ ബൈ 2 ഫോമിലായിരിക്കണം വരേണ്ടത്. ഇത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് S1 അഡീഷണൽ ആയിട്ട് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഇവിടെ n ലാംഡ പ്ലസ് ലാംഡ ബൈ 2 എന്ന് പറയുമ്പോൾ ഒരു ലാംഡ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ഇത് രണ്ടിൽ നിന്നും ലാംഡ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ n പ്ലസ് 1/2 ലാംഡ എന്നാവും. സി കണ്ടില്ലേ? ഇത് രണ്ടിൽ നിന്ന് ലാംഡ പുറത്തോട്ട് എടുക്കുമ്പോൾ n പ്ലസ് 1/2 ലാംഡ. റിമെമ്പർ n ഈസ് ഇൻറ്റിജർ. n ഈസ് 0 1 2 3 4 എക്സിട്ര. n എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ, അത്രയേ ഉള്ളൂ. n ഈസ് എൻ ഇൻറ്റിജർ. ഇൻ ബോത്ത് കേസസ് n ഈസ് ഇൻറ്റിജർ. ഇൻറ്റിജർ എന്നുള്ളത് നമുക്ക് z എന്ന് എഴുതാം. n ഒരു ഇൻറ്റിജർ ആണ്. n-ന് നിങ്ങൾക്ക് 0 1 2 3 4 5 അല്ലെങ്കിൽ -1 -2 -3 എക്സിട്ര അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ?